ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്ത് ഒരു 4 ബെഡ്റൂമുള്ള നമുക്കൊരു 2 നില വീട് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം തച്ചോട്ടാവിലാണ് വരുന്നത്. അപ്പോൾ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് വെറും ഒരു 100 മീറ്ററൊക്കെ നമുക്ക് ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 12 കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ റെസിഡൻഷ്യൽ ഏരിയയാണ്. നമുക്ക് വേറെയും ധാരാളം വീടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫ്രണ്ട് ഫുള്ളും തന്നെ നമുക്ക് ടാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ വീട് നമുക്ക് അറേഞ്ച് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് 4 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ബാക്കി 3 ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ 4 സെൻറ്റിൽ 2170 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ട് ലുക്ക് ഉണ്ടല്ലോ, ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ പോലെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഫ്രണ്ടിലോട്ട് നോക്കി കാണാം. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു കാർ പാർക്കിംഗ്, ഒരു 2 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് നമുക്കിവിടെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. കവേർഡ് കാർ പാർക്കിംഗ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് തറ ഫുള്ള് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തൊക്കെ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ, ചെറിയ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ ഒരു ഒറിജിനൽ ഗ്രാസ് ഒക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഈ ഒരു വീടിന് നമുക്ക് കിണറും പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ഫുള്ള് വരുന്നത്. കൂടാതെ നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സീലിങ്ങിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 8x5 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കാണാൻ സാധിക്കും. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ ഫ്രണ്ട് ഡോറ് വരുന്നത്. ഈ ഒരു ഡോർ ഫുള്ളും തന്നെ തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഈ വീടിൻ്റെ ബാക്കി വുഡ് വർക്കെല്ലാം നമുക്ക് മഹാഗണിയും ആഞ്ഞിലിയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫുള്ളും തന്നെ തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു സ്മാർട്ട് ലോക്കാണ് നമുക്ക് ഈ ഒരു വീടിന് എടുത്തിട്ടുള്ളത്. കണ്ടോ, നമുക്ക് നമ്പറിലൊക്കെ നമുക്ക് ലോക്ക് ചെയ്യാം, ഫിംഗർ പ്രിൻറ്റിലൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് നമുക്ക് ഇവിടുത്തെ ലോക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഒരു വലിയൊരു ലിവിങ് ഏരിയയാണ്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് 24x12 ഡയമെൻഷനിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നത്. മുകളിൽ നമുക്ക് സീലിംഗ്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്ക് സീലിങ്ങിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡ് ചുമലുണ്ടോ, ഇവിടെ ഒരു കണ്ടോ, ഈ ഭാഗത്തൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതാണ് നമുക്കിവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ ഒരു വലിയൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, അങ്ങനെയാണ് നമുക്കിവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 24x12 നമുക്കിവിടുത്തെ ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത്. തറയിൽ നമുക്ക് ഈ ഒരു ടൈലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്ക് സീലിങ്ങിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇങ്ങ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഡിസൈൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഒരു 16x15 ഡയമെൻഷനിലുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. വീടിൻ്റെ ഇൻറ്റീരിയറെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കയറിപ്പോകുന്ന സ്റ്റെപ്പ് കണ്ടോ, അപ്പോൾ നല്ലൊരു കിടിലൻ ഒരു സ്റ്റെപ്പാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് അതിന് മാച്ച് ചെയ്യുന്ന രീതിക്ക് തന്നെ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് നമുക്കൊരു ഫാൻസി ലൈറ്റ് ഹാങ്ങിങ് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് നമുക്ക് നല്ല ലൈറ്റിങ്ങും വീടിൻ്റെ ഉള്ളിലോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ ഡൈനിങ് ഏരിയ വരുന്നത്. നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. സാറയുടെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസും ബാക്കി പുറകിലൊരു വാൾ ടൈലൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ നോക്കാം. നമുക്ക് ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. 15x12 ഡയമെൻഷനിലുള്ളതാണ് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഓപ്പൺ കിച്ചൺ വരുന്നത്. തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. ബാക്കി മുകളിൽ സീലിംഗ് വർക്ക്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ്, സ്പോട്ട് ലൈറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കബോർഡ്സ് എല്ലാം തന്നെ നമുക്ക് ബോർഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ, കിച്ചണിൽ ഫുള്ളും ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഇവിടെ യൂട്ടിലൈസ് ചെയ്താണ് നമുക്ക് ഇത്രയും സംഭവം ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ മൾട്ടി പർപ്പസിങ് ആയിട്ടുള്ള ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, മൾട്ടി പർപ്പസിങ് ആയിട്ടുള്ള നല്ല ഒരു സിങ്കാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വാഷിംഗ് ഒക്കെ നല്ല ഈസി ആയിട്ട് ഇതുള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. സ്റ്റൗവും നമുക്ക് താഴെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നമുക്കിവിടുത്തെ കിച്ചൺ വരുന്നത്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. നമുക്ക് ആ ഒരു ബെഡ്റൂം വരുന്നത്
ഈ ഭാഗത്താണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമുക്കിവിടെ 2 വിൻഡോ ആണ് 2 ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടുത്തെ വാർഡ്രോബ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. ഒരു 3 ഡോർ ടൈപ്പാണ് നമുക്ക് വാർഡ്രോബ് വരുന്നത്. ഫുള്ള് തന്നെ ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് വാർഡ്രോബ്. പിന്നെ അത് ഇവിടെ ആയിട്ട് നമുക്ക് ഒരു മിറർ കൊടുത്ത് നമുക്ക് ഒരുങ്ങാനൊക്കെ ഉള്ള സ്പോട്ട് ഈ ഭാഗത്ത് സെപ്പറേറ്റും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. ഇപ്പോൾ PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അകത്ത് കയറുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കണ്ടോ ടൈൽ കണ്ടോ, നമുക്ക് ടോപ്പ് വരെ കവറാവുന്ന രീതിക്കുള്ള ഒരു ടൈലിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഷവറൊക്കെ നല്ല വലിയ ഷവർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫുള്ള് തന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ്. നല്ല സ്പേസും ഉണ്ട്, നമുക്ക് അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. തറയിൽ ഗ്രിപ്പിംഗ് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ സിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറിയിട്ടാണ് നമുക്ക് ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റെയർ ഫുള്ളും തന്നെ നമുക്ക് വുഡിലും സ്റ്റീലും യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടുത്തെ സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു സ്റ്റെയർ, നമുക്ക് ഈ ഒരു വീടിൻ്റെ അകത്ത് നല്ല ഭംഗിയായിട്ടൊരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ പ്രൊഫഷണൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ മുകളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു ടൈൽ തന്നെ, നമുക്ക് ഫുള്ള് വുഡിലാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കിനി മുകളിൽ കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമ്മൾ മുകളിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു ലിവിങ് ഏരിയ കാണാൻ സാധിക്കും. ഇതാണ് ഇത്ര ഒരു ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ലിവിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. കയറി വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ വാഷിംഗ് ഏരിയ ഉണ്ട്. അതായത് ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പോട്ട് ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ 3 ബെഡ്റൂം വരും. ഒരു ബെഡ്റൂം ഈ ഭാഗത്ത്, ബാക്കി 2 ബെഡ്റൂം ഒന്ന് ഇവിടെയും ഒന്ന് ഇപ്പുറത്ത്, അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ഓരോ ബെഡ്റൂമും കയറണം. അപ്പോൾ നമുക്ക് ആദ്യം കയറി വരുമ്പോൾ ഈ ഭാഗത്തോട്ടുള്ളൊരു ബെഡ്റൂം നോക്കാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x14 സൈസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ സീലിംഗും പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 2 വിൻഡോ വരുന്നുണ്ട് 2 ഭാഗത്തായിട്ട്. കൂടാതെ ഇതാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. 2 ഡോർ ടൈപ്പാണ്. ഇവിടെ ഒരു മിററൊക്കെ വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ടൈൽ നമ്മൾ അപ്പുറത്ത് കണ്ടുപോലെ മുകളിൽ വരെ കവറാവുന്ന രീതിക്കാണ് ടൈലിംഗ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മിറർ, ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ്. സെറയുടെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടുള്ള അടുത്തൊരു ബെഡ്റൂം കയറി കാണാം. നമുക്കിതാണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 18x13 ഡയമെൻഷനിലുള്ളതാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നല്ല സ്പേസ് ഉണ്ട്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് സ്പോട്ട് ലൈറ്റാണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ വാർഡ്രോബ് ഉണ്ട്. നമുക്കൊരു 4 ഡോർ വരുന്ന ടൈപ്പാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു മിറർ, ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ സ്പേസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിന്. പിന്നെ ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുകളിൽ വരെ കവർ ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് തീമാണ് നമുക്കിവിടെ പ്രോഡക്റ്റ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് തീമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ഒരു ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഭാഗത്താണ് ഇവിടുത്തെ ലാസ്റ്റ് ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. തറയിൽ നമുക്ക് സെയിം ടൈൽ തന്നെയാണ്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ കണ്ട അതേ ഒരു രീതിക്ക് തന്നെയാണ്. അവിടെ ഒരു അലമാര വരുന്നുണ്ട്. ഒരു 3 ഡോർ ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ നമുക്കൊരു മിററും ബാക്കി ഒരുങ്ങാൻ വേണ്ടിയുള്ള സംഭവം ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അകത്തോട്ട് വരുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ടൈലാണ്. താഴെ കണ്ട അതേ ഒരു ടൈപ്പ് തന്നെയാണ് ടോപ്പ് വരെ കവർ ചെയ്യുന്ന ടൈലിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ വീടിൻ്റെ ബാൽക്കണി ആണ് നമുക്ക് കാണേണ്ടത്. ഈ ഭാഗത്താണ് നമുക്കൊരു ബാൽക്കണി ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ആ ബാൽക്കണി ഇവിടെ കയറി കാണാം. ഇതാണ് നമുക്കിവിടുത്തെ ബാൽക്കണി വരുന്നത്. 18x6 ഡയമെൻഷനിലുള്ള ഒരു വലിയൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫുള്ളും തന്നെ നമുക്ക് പ്ലാന്റൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല വ്യൂ ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി ഏരിയ. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 90 ലക്ഷം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഹോം ലോണിനാണ് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള വീടാണ് നിങ്ങൾ ട്രിവാൻഡ്രം നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ അവൈലബിൾ ആയിട്ടുള്ള വേറെ വീടുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുന്നതായിരിക്കും.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്കിവിടെ എത്താം. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീടിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരിക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.